Hello friends, welcome to IGNOU Pointers. So ഇന്നത്തെ IGNOU Pointers വീഡിയോയിൽ MA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ IGNOU യൂണിവേഴ്സിറ്റിയിലുള്ള MA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാം ഡീകോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ MA ഇംഗ്ലീഷ് കോഴ്സിന് ആരൊക്കെയാണ് എലിജിബിൾ, അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കോഴ്സസ് അഥവാ സബ്ജക്ട്സ് സെലക്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് പേപ്പേഴ്സിൻ്റെയും ഡിഫിക്കൽറ്റി എന്താണ്, അതിലെന്താണ് പഠിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദി വീഡിയോ. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IGNOU Pointers ഫോർ മോർ IGNOU റിലേറ്റഡ് അപ്ഡേറ്റ്സ്. ഓക്കെ, സോ MA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാം ഡീകോഡ് ലെറ്റ് സ്റ്റാർട്ട്. സോ MA ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറയുന്നത് IGNOയിൽ ഒരുപാട് ലേണേഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MA ഇംഗ്ലീഷ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിളാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ നമ്മൾ BA ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും അഥവാ MA ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ലാംഗ്വേജിൽ ആ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ ഓപ്ഷനില്ല. ഇംഗ്ലീഷ് തന്നെയായിരിക്കും നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇനി MA ഇംഗ്ലീഷ് കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ട് നമ്മൾ ഒട്ടനവധി പേപ്പേഴ്സ് പഠിക്കണം. ഏതാണ്ട് 10 പേപ്പറാണ് നമ്മൾ 2 വർഷങ്ങളിലായിട്ട് പഠിക്കുന്നത്. ആദ്യത്തെ വർഷം 5 പേപ്പറും രണ്ടാമത്തെ വർഷം നമുക്ക് 5 പേപ്പറുമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 80 ക്രെഡിറ്റ്സ് പൂർത്തീകരിക്കും, അഥവാ 80 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് MA ഇംഗ്ലീഷ് ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുന്നത്. നമ്മൾ പഠിക്കുന്ന ഓരോ പേപ്പറിനും 8 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. അതായത് ഹോൾ ടോട്ടൽ 8 × 10 നമ്മൾ 80 ക്രെഡിറ്റ്സ് പൂർത്തീകരിക്കും. അപ്പോൾ 10 പേപ്പർ 8 ക്രെഡിറ്റ് വീതം, അങ്ങനെ 80 ക്രെഡിറ്റാണ് ഒരു MA ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് സ്വന്തമാക്കേണ്ടത്. ഇനി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിലേതൊക്കെയാണ് കമ്പൽസറി, ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷണലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അഥവാ എലക്റ്റീവ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ പ്രോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 5 പേപ്പർ പഠിക്കണം. പക്ഷേ അതിൽ MEG 5 എന്ന് പറയുന്ന പേപ്പറാണ് കമ്പൽസറി പേപ്പർ എന്ന് പറയുന്നത്. സോ MEG 05 ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്ന പേപ്പർ എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും പഠിക്കേണ്ട പേപ്പറാണ്. സോ ഒറ്റ സബ്ജക്റ്റ് മാത്രം, അതായത് MEG 05 എന്ന് പറയുന്ന ഒറ്റ സബ്ജക്റ്റ് മാത്രമാണ് കമ്പൽസറി. ബാക്കി 4 സബ്ജക്റ്റ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന 5 സബ്ജക്ട്സിൽ ഒരു പേപ്പർ കമ്പൽസറി, ബാക്കി 4 സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. സോ ആ ചൂസ് ചെയ്യാൻ ഏതൊക്കെയാണ് പേപ്പേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ MEG 01, MEG 02, പിന്നെ 03, 07, 08, 12, 06, 09 എന്നീ പറയുന്ന കോഴ്സ് കോഡുകളിലുള്ള സബ്ജക്ട്സ് നമുക്ക് ഇലക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ എല്ലാ പേപ്പറും നമ്മൾ പഠിക്കണം. മറിച്ച് ഈ MEG 01 to 09 ഏതെങ്കിലും 4 പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ കൂടുതൽ താല്പര്യമുള്ള ആളുകൾ മേ ബി ബ്രിട്ടീഷ് പോയട്രിയും പിന്നെ ബ്രിട്ടീഷ് ഡ്രാമയും ബ്രിട്ടീഷ് നോവലും എടുക്കുമ്പോൾ 3 സബ്ജക്ട്സ് കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു പേപ്പറും കൂടി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ അത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ എടുക്കും. ഇനി ഞാനീ പറഞ്ഞ ഓർഡറൊന്നും അല്ല. MEG 05 കമ്പൽസറി ആണ്. അതിനുശേഷം താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 4 എടുക്കാം. അപ്പോൾ ഒരുപക്ഷെ ബ്രിട്ടീഷ് പോയട്രി എടുക്കും, അതിനുശേഷം അമേരിക്കൻ ലിറ്ററേച്ചർ ആയിരിക്കും എടുക്കുന്നത്, പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ബ്രിട്ടീഷ് നോവലായിരിക്കും. സോ അത് ഓരോ വ്യക്തിക്കും ഏതൊക്കെ സബ്ജക്ട്സ് ആണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒരു കോഴ്സും കമ്പൽസറി അല്ല, മറിച്ച് ഒരു സെറ്റ് ഓഫ് കോഴ്സസ് തന്നിട്ടുണ്ട്. MEG 15, പിന്നെ 04, 14, 10, 13, 11, 16, 17, 18, 19. അപ്പോൾ ഈ കോഴ്സ് കോഡുകളിലുള്ള ഏതെങ്കിലും 5 സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ചിലർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സെലക്ട് ചെയ്യും, പിന്നെ അതിനുശേഷം ചിലപ്പോൾ അമേരിക്കൻ നോവലായിരിക്കും, പിന്നെ അമേരിക്കൻ ഡ്രാമയായിരിക്കും, പിന്നെ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആയിരിക്കും, അതിനുശേഷം ചിലപ്പോൾ ഓസ്ട്രേലിയൻ നോവലായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും, ഏത് മിക്സ് ഓഫ് സബ്ജക്റ്റ് വേണമെങ്കിലും ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഇയറിലെ ലിസ്റ്റിൽ നിന്ന് 5 കോഴ്സസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും 40 ക്രെഡിറ്റ്, വീണ്ടും രണ്ടാമത്തെ വർഷം 40 ക്രെഡിറ്റ് പൂർത്തീകരിക്കുമ്പോൾ 80 ക്രെഡിറ്റ്സ് തികയും. അതുവഴി നിങ്ങൾക്ക് MA ഇംഗ്ലീഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ,
സോ ഇതാണ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കോഴ്സസിൻ്റെ സെലക്ഷൻ അഥവാ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് ആദ്യം ഇരിക്കുന്ന 5 എടുക്കുന്നു, പിന്നെ അല്ലെങ്കിൽ ആദ്യം ഇരിക്കുന്ന 4 കോഴ്സ് അങ്ങ് പഠിച്ചേക്കാം, അങ്ങനെ സെലക്ട് ചെയ്യുന്നതിലും നമ്മുടെ കരിയർ ആസ്പിറേഷൻ എന്താണോ അതിനനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ എല്ലാ പേപ്പേഴ്സിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സബ്ജക്റ്റ് പേപ്പേഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയറിൽ MEG05 ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം അതെല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന ഒരു പേപ്പറാണ്. കാരണം ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. UGC നെറ്റ് എക്സാം ഒക്കെ വരുമ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു UGC നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരാളാണ്, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അഥവാ PhD റിസർച്ച് മേഖലയിലേക്ക് പോകാനുള്ള ആളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സബ്ജക്റ്റ് ഈ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ ഈസി പേപ്പേഴ്സ് എന്ന രീതിയിൽ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് പഠിക്കാതെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മൾ ഏതാണോ നമ്മുടെ കരിയർ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ നമ്മുടെ MA ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈഡിൽ MA ഇംഗ്ലീഷ് ചെയ്യുന്നവരാണ്, അഥവാ ഈ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒരുപാട് വർക്ക്സ് വായിക്കാനും അത് അനലൈസ് ചെയ്യാനും താല്പര്യമുണ്ട്, അതുകൊണ്ട് എടുക്കുന്നവരാണ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് അവരുടെ ആസ്പിറേഷൻ എന്താണോ, അവരെന്തിനാണോ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് ഈ കോഴ്സ് കൊണ്ട് എന്താണോ ഒരു അഡ്വാൻറ്റേജ് കാണുന്നത് അതിനനുസരിച്ച് കോഴ്സസ് സെലക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റിനോട് സ്പെസിഫിക്കലി ഈ കോഴ്സാണ് നല്ലത്, മറ്റേ കോഴ്സ് അല്ലെങ്കിൽ മറ്റേ സബ്ജക്റ്റ് മോശമാണ്, ഈ സബ്ജക്റ്റാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ വി വിൽ ട്രൈ ടു പ്രൊവൈഡ്. സോ നമുക്ക് ഓരോ സബ്ജക്റ്റും അതിലെന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് ഇയറിൽ MEG05 ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം കമ്പൽസറിയാണ്. ഇപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഒരുപാട് നല്ല തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇനി MEG01 ബ്രിട്ടീഷ് പോയിട്രി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ പോയിട്രിയുടെ വളരെ വലിയൊരു ഭാഗം കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരുപാട് വർക്ക്സ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. പലരും കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് റേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഫർദർ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആളുകളാണെങ്കിൽ അത്ര ഒരു എന്താ പറയുക, എൻജോയ്മെൻറ്റിനേക്കാളും ഉപരി കുറച്ചും കൂടി അക്കാഡമിക്കലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ബ്രിട്ടീഷ് പോയിട്രി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ബ്രിട്ടീഷ് ഡ്രാമ, അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു 6-8 ഡ്രാമ പഠിക്കാനുണ്ടായിരിക്കും. സോ ആ വർക്ക്സ് വായിക്കും, അത് നന്നായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഡ്രാമയുടെ ലാംഗ്വേജ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഇംഗ്ലീഷ് പോലത്തെ ഇംഗ്ലീഷിലായിരിക്കില്ല. സോ അത് നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു റീഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദി തീം ആൻഡ് ദി പ്ലോട്ട്, കാര്യങ്ങൾ ഈസി ആയിട്ട് മാറും. ദെൻ ബ്രിട്ടീഷ് നോവൽ, അത് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കുറച്ചധികം നോവൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ആ നോവൽസ് നമ്മൾ വായിക്കുകയും അതിൻ്റെ തീമും കോണ്ടെക്സ്റ്റും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ദെൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസി എന്ന് പറയാം. കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് വർക്ക്സ് അതിൽ വരും. അതേപോലെ ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഒരുപക്ഷെ നമ്മൾ വായിച്ച വർക്കുകളാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് തന്നെയാണ് ആ പേപ്പറിന് വരുന്നത്. പിന്നെ സർവേ കോഴ്സ് ഇൻ ദ 20th century കനേഡിയൻ ലിറ്ററേച്ചർ. സോ കനേഡിയൻ ലിറ്ററേച്ചർ ഒരുപക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ബാച്ചിലേഴ്സ് ഇൻ ഇംഗ്ലീഷ് ചെയ്ത ആളുകൾക്ക് പോലും അത്ര എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ വളരെ കുറച്ച് വർക്ക്സൊക്കെ ബാച്ചിലേഴ്സിൽ കനേഡിയൻ ലിറ്ററേച്ചറിൻ്റെ ഭാഗത്തുനിന്ന് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കനേഡിയൻ ലിറ്ററേച്ചറിൻ്റെ ഒരുപാട് ഡയമെൻഷൻസ് തുറക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്റററി വർക്ക്സൊക്കെ വായിക്കാനും അതിൻ്റെ ഡൈവേഴ്സ് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും
സർവേ കോഴ്സിൻ്റെ 20th സെഞ്ച്വറി കനേഡിയൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറും ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറും രണ്ടും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് തന്നെയാണ്, 2 സബ്ജക്ട്സ് തന്നെയാണ്. ആര് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ്. പിന്നെ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ വരുമ്പോൾ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ അവൈലബിൾ ആണ്. അതെനിക്ക് തോന്നുന്നു UG അഥവാ നമ്മുടെ ബാച്ചിലേഴ്സിലെ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇംഗ്ലീഷ് ഡിഗ്രി ചെയ്യാത്ത ഒരാളുകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് കമ്പാരറ്റീവ് ലിറ്ററേച്ചർ. പിന്നെ ഉള്ളതാണ് MEG 04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഈ പേപ്പർ ബ്രിട്ടീഷ് പോയിട്രി പോലെ തന്നെ പലരും ഡിഫിക്കൽട്ടാണ് എന്ന് പറയുന്നൊരു പേപ്പറാണ്. കാരണം ഇതിൽ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ലാംഗ്വേജും ഫോണറ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നൊരു പേപ്പറാണ്. പക്ഷേ ഇതിൽ പ്യുവർ ലിംഗ്വിസ്റ്റിക്സും ഫോണറ്റിക്സും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഒരു ഇവല്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേപ്പറിൽ വരുന്നുണ്ട്. സോ ഈ പേപ്പർ പഠിക്കുന്നത് നിങ്ങൾ മുന്നോട്ടൊരു ഇംഗ്ലീഷിലൊരു റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേപ്പർ പഠിക്കുന്ന ഉപകാരമാണ്. അഥവാ നിങ്ങളൊരു ലെക്ചറർ ആവാനും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പേപ്പറായിരിക്കും. ദെൻ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എഗെയിൻ ഇംഗ്ലീഷിൻ്റെ എവല്യൂഷൻ ഇൻ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒരുപാട് ഡയമെൻഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതൊരു തിയററ്റിക്കൽ പേപ്പർ എന്നതിലുപരി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടച്ചുള്ളൊരു പേപ്പർ എന്നതിലുപരി അതിൽ ആദ്യകാലത്തെ ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ കുറിച്ചും അതേപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും അവരുടെ വർക്ക്സും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. പിന്നെ എഗെയിൻ MEG 13 റൈറ്റിംഗ് ഫ്രം ദി മാർജിൻസ് എന്ന് പറയുമ്പോൾ വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസിൻ്റെയും അട്രോസിറ്റീസിൻ്റെയും ഒക്കെ മുഖം കാണിക്കുന്ന ഒരുപാടധികം ലിറ്റററി വർക്ക്സ് ആണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുക. സോ അത് വളരെ നല്ലൊരു ഭാഗം തന്നെയാണ്. പിന്നെ MEG 11 അമേരിക്കൻ നോവൽ, അതേപോലെ പിന്നീട് നമ്മൾ MEG 17, 18, 19 വരുന്ന അമേരിക്കൻ ഡ്രാമ, അമേരിക്കൻ പോയിട്രി, ഓസ്ട്രേലിയൻ നോവൽ എന്നെല്ലാം പറയുന്നത് അതിലെല്ലാം കുറച്ച് വർക്ക്സ് തന്നിട്ടുണ്ട്. ആ വർക്ക്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ഇനി MEG 16 ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ ഫോക്ക് സ്റ്റഡീസാണ് കൂടുതലായിട്ടും അതിൽ വരുന്നത്. സോ നമ്മുടെ ട്രൈബൽ ആർട്സിനെ കുറിച്ചും ട്രൈബൽ സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സ്പ്രഷൻ, ലിറ്റററി വർക്ക്സിനെ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അവരുടെ ഭാഗത്തു നിന്നുള്ള ലിറ്റററി വർക്ക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ കുറേ ഫോക്ക് വർക്ക്സ് എന്നതിലുപരി ഈ ട്രൈബൽ സൊസൈറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ വന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒരു സബ്ജക്റ്റായിട്ട് വേണം ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിനെ കാണാൻ. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. സോ നിങ്ങൾ വേറെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾ ഈ ട്രൈബൽ സൊസൈറ്റിയെക്കുറിച്ചും അവരുടെ ആർട്ട് ഫോംസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇതാണ് ഓരോ സബ്ജക്ട്സിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു സെലക്ട് ദി കോഴ്സസ് ദാറ്റ് സൂട്ട്സ് യു. നിങ്ങളുടെ കരിയർ ആസ്പിറേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള താല്പര്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സസ് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ഹൗ ടു സെലക്ട് ദി കോഴ്സസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡ്രോപ്പ് യുവർ കോമെൻറ്റ്സ് ആൻഡ് വി വിൽ ബി ഹാപ്പി ടു റിപ്ലൈ ദാറ്റ് ഇൻ 24 hours. സോ നിങ്ങൾക്ക് MA ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ അറിയിക്കാവുന്നതാണ്. യു ക്യാൻ ഓൾസോ വാട്സപ്പ് എസ്, ദ വാട്സപ്പ് നമ്പർ വിൽ ബി പ്രൊവൈഡഡ്. അതേപോലെ തന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ ഫോർ മോർ IGNOU റിലേറ്റഡ് അപ്ഡേറ്റ്സ്. And please share this channel with your friends so that we can reach a large number of IGNOU learners. So stay tuned and thank you.